നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൃഷിക്കും പാർപ്പിടത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകി മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് അവതരിപ്പിച്ചു. വനിതകൾക്ക് തൊഴിൽ സംരംഭത്തിനും വനിതാ ജിംനേഷ്യത്തിനും ഉൾപ്പെടെ വലിയ തുകയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. കൃഷിക്കും പാർപ്പിടത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകിയാണ് മാറാടി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 10,62,58,730 രൂപ വരവും 10,08,85,132 രൂപ ചെലവും 53,73,598 രൂപ നീക്കി ബാക്കിയുമായി 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് അവതരിപ്പിച്ചത്. നെൽകൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും ഇടപെടലുകൾ ആവശ്യമാണ്. കാർഷിക മേഖലയ്ക്ക് യുവജനങ്ങളെ കൂടി കൊണ്ടുവരുന്നതിന് നൂതന സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള മികവുറ്റ പദ്ധതികൾ ആവശ്യമാണ്. കാർഷിക മേഖലയിൽ ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നിവയ്ക്കായി 41,69,940 രൂപ വകയിരുത്തിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. സ്വയം തൊഴിൽ സംരംഭങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളുടെ തൊഴിൽ വരുമാന വർധനവിനായി സ്വയം തൊഴിൽ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനായി ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസുള്ള സ്വയം തൊഴിൽ സംരംഭകരായതോ സംരംഭം ചെയ്യുന്നതിന് തയ്യാറുള്ളതോ ആയ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡി അനുവദിക്കുന്നു. ഇതിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ ജിം. സ്ത്രീജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി മാറാടി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വനിതകൾക്ക് മാത്രമായ ഒരു ജിംനേഷ്യം. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക ഉല്ലാസത്തിനുമായി ഇത് പ്രയോജനപ്പെടും. വരും വർഷങ്ങളിൽ കൂടുതൽ ഉപകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു മൾട്ടി ജിംനേഷ്യം ആക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിലൂടെ സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നു. ഈ പദ്ധതികൾക്കായി 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് OP ബേബി അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്ക് 41,69,940 രൂപയും ഭവന നിർമ്മാണത്തിന് 1,71,00,000 രൂപയും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിന് 5 ലക്ഷം രൂപയും നിലവിലെ വനിതാ ജിംനേഷ്യം മൾട്ടി ജിംനേഷ്യം ആക്കുന്നതിന് 2 ലക്ഷം രൂപയും വീട് മെയിൻ്റനൻസിന് 32 ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉല്ലാസയാത്രയ്ക്കും ബഡ് സ്കൂൾ സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി 17,70,000 രൂപയും വഴിവിളക്കുകൾ സ്ഥാപിക്കൽ, പരിപാലനം എന്നിവയ്ക്കായി 15,50,000 രൂപയും പാലിയേറ്റീവ് കെയറിന് 10 ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് 20 ലക്ഷം രൂപയും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന പദ്ധതിക്കായി തുമ്പൂർ മൊഴി മോഡൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 11,50,118 രൂപയും സ്മാർട്ട് അംഗൻവാടിക്ക് 21 ലക്ഷം രൂപയും വയോജന ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും യോഗ പരിശീലനത്തിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷരായ PP ജോളി, ബിജു കുര്യാക്കോസ്, ജിഷ ജിജോ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മുരളി, സരള രാമൻ നായർ, അജി സാജു, രതീഷ് ചങ്ങാലിമറ്റം, ഷിജി മനോജ്, ജിബി മണ്ണത്തൂകാരൻ, സിജി ഷാമോൻ, ജെയ്സ് ജോൺ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.